ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണം ഭാഗം 376. ഇന്ന് ജനുവരി മാസം 10-ാം തീയതി. 10-ാം ദിനത്തിലെത്തി. ഒരു ഞായർ ദിനം കൂടി നമ്മെ തേടി വന്നിരിക്കുന്നു. ഓഫീസിലെ നല്ല തിരക്കുകൾക്ക് ശേഷം ഒരു കാപ്പിയെങ്കിലും കുടിച്ചേ മതിയാവൂ. അത്രയ്ക്ക് ക്ഷീണിതരായി സാറ കോഫി ഷോപ്പിലേക്ക് എത്തുകയാണ്. ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് സാമും അങ്ങോട്ട് കടന്നു വരുന്നത്. സാറ ഇരുന്നിരുന്ന മേശയുടെ ഏതാനും അകലെയുള്ള മറ്റൊരു മേശ സാമിനും കിട്ടി. ഒരേ പരിചാരികയായിരുന്നു ആ വൈകുന്നേരം നേരത്ത് സാറയ്ക്കും സാമിനും ഭക്ഷണം വിളമ്പിയത്. ഭക്ഷണത്തിനായുള്ള ഓർഡർ സ്വീകരിക്കുവാൻ വേണ്ടി പരിചാരിക വരുന്നതും കാത്ത് അവർ രണ്ടുപേരും ചെലവഴിച്ച സമയവും ഏകദേശം ഒരുപോലെയായിരുന്നു. ഏതാണ്ട് ഒരേ സമയത്താണ് അവർക്ക് ഭക്ഷണം ലഭിച്ചത്. നന്നായി പാകം ചെയ്ത പോഷക സമൃദ്ധമായ ഭക്ഷണമായിരുന്നു രണ്ടുപേർക്കും ലഭിച്ചത്. ഒരേ സമയത്ത് തന്നെയാണ് രണ്ടുപേർക്കും കഴിച്ച ഭക്ഷണത്തിന്റെ ബില്ലും ലഭിച്ചത്. സാറയ്ക്കും സാമിനുമിടയിൽ അന്നേ ദിവസം വൈകുന്നേരമുണ്ടായ സാദൃശ്യങ്ങളൊക്കെ തന്നെയും ഇവിടെ അവസാനിക്കുകയാണ്. മനം മയക്കുന്ന പുഞ്ചിരിയോട് വളരെ താളാത്മകമായി ലോകത്തോട് മുഴുവൻ പോസിറ്റീവായൊരു സമീപനത്തോടു കൂടിയാണ് സാറ കയറി വന്നത്. അത് ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാവും. എന്നാൽ അസന്തുഷ്ടമായ മുഖത്തോടു കൂടിയായിരുന്നു സാമിന്റെ വരവ്. പിന്നീട് എന്താണ് അവിടെ സംഭവിച്ചത്? ഭക്ഷണത്തിനായിരുന്നപ്പോൾ ഓർഡർ എടുക്കാനായിട്ട് ആരും വരുന്നില്ലല്ലോ എന്ന് അയാൾ ആവശ്യത്തിൽ കൂടുതൽ ആശങ്കപ്പെട്ടു തുടങ്ങി. ഭക്ഷണം എത്തിയപ്പോൾ ആകട്ടെ അത് ഒരുപാട് വൈകിയാണ് തനിക്ക് കിട്ടിയതെന്ന് അയാൾ മുറുമുറുത്തു. മാത്രമല്ല, തനിക്ക് ലഭിച്ച ഭക്ഷണത്തെക്കുറിച്ച് അയാൾക്ക് പരാതിയുമുണ്ടായി. ഭക്ഷണം കഴിച്ച ഉടനെ ബില്ല് ലഭിക്കാത്തതിലും അയാൾക്ക് ദേഷ്യം വന്നു. ആ കോഫി ഷോപ്പിലെ അന്നത്തെ അന്തരീക്ഷം സാറയ്ക്കും സാമിനും തികച്ചും വ്യത്യസ്തമായി അനുഭവപ്പെടാൻ എന്തായിരുന്നു കാരണം? ആരംഭത്തില് രണ്ടുപേർക്കും അവിടെ ലഭിച്ച സ്വീകരണം ഏറെക്കുറെ ഒരുപോലെയാണെന്നുകൂടി നമ്മൾ ഓർമ്മിച്ചേ മതിയാവും. സംഭവിച്ചതിനെ നമുക്ക് ഇങ്ങനെയൊന്ന് ചുരുക്കാം. ലോകത്തോടുള്ള സാറയുടെ സമീപനം വളരെ പ്രസാദാത്മകമായിരുന്നു. അത്തരമൊരു മനോഭാവത്തിലായിരുന്നു. എന്നാൽ വളരെ നിഷേധാത്മകമായ ഒരു മനസ്സോടുകൂടിയായിരുന്നു സാം കാര്യങ്ങളെ നോക്കിക്കണ്ടത്. ഒരു പുതുവർഷത്തിൻ്റെ പുതുക്കവും പുതുമയും വിട്ടുമാറാത്ത ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളെ അനുഭവിച്ചറിയാൻ നമ്മൾ ഓരോരുത്തരെയും പ്രാപ്തനാക്കുന്ന മനസ്സിൻ്റെ ഒരു അരിപ്പയാണ് ശരിക്കും നമ്മുടെ മനോഭാവം, ആറ്റിറ്റ്യൂഡ്. തുടച്ച് വൃത്തിയാക്കപ്പെട്ട ഒരു ജനാലയുടെ ചില്ലിനകത്തൂടെ വെളിയിലേക്ക് നോക്കുമ്പോൾ കാഴ്ചകളൊക്കെ എത്രമാത്രം വ്യക്തമാവുന്നുണ്ടല്ലേ? അതുപോലെ തന്നെ പുറം ലോകത്തെ നോക്കിക്കാണാനുള്ള ദൈവം എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന നല്ലൊരു ജനാലയുടെ ചില്ലാണ് നമ്മൾ ഓരോരുത്തരുടെയും മനോഭാവം, ആറ്റിറ്റ്യൂഡ്. എന്തുമാത്രം അഴുക്കും ചെളിയുമൊക്കെ ഈ ചില്ലില് പറ്റിപ്പിടിച്ചിരിപ്പുണ്ടോ അതിനനുസരിച്ച് പുറത്തുനിന്ന് കിട്ടുന്ന കാഴ്ചകളൊക്കെ അവ്യക്തമാവുന്നുണ്ട്. അതോടുകൂടി എല്ലാം താറുമാറാവുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതം ആരംഭിച്ചത് ഇത്തരം ഒരു അഴകോടുകൂടിയായിരുന്നു. സംശയമുണ്ടെങ്കിൽ ചെറിയ കുട്ടികളെ ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചു നോക്കൂ. അവരുടെ ലോകം എപ്പോഴും കുസൃതിത്തരങ്ങളും ചിരിയും നിറഞ്ഞതായിരിക്കും. അവർ എപ്പോഴും വളരെ പ്രകാശമാനമായ ഒരു മാനസിക അവസ്ഥയിലാണ്. പിച്ച വെച്ച് നടക്കാൻ പഠിക്കുന്ന കുഞ്ഞിന്റെ മനോഭാവം പരിഗണിച്ച് തപ്പിത്തടഞ്ഞ് വീഴുമ്പോഴൊക്കെ അവൻ എന്താണ് ചെയ്യുന്നത്, അവൻ എന്തൊക്കെ ചെയ്യില്ല എന്ന് നമുക്ക് കണ്ടെത്താം. അവനൊരിക്കലും പുരികൻ ചുളച്ച് നിലത്ത് വിരിച്ച പരവതാനിയെ കുറ്റപ്പെടുത്തത്തില്ല.
തെറ്റായ നിർദ്ദേശങ്ങൾ തനിക്ക് നൽകിയെന്ന് പറഞ്ഞൊരിക്കലും സ്വന്തം മാതാപിതാക്കളെ കുറ്റപ്പെടുത്തത്തില്ല. നടക്കാൻ വേണ്ടിയുള്ള തൻ്റെ ശ്രമം അവൻ തുടർന്നുകൊണ്ടേയിരിക്കും, ഒരു പുതിയ പുഞ്ചിരിയോടുകൂടി. അപ്പോൾ ആ ശിശുവിൻ്റെ സമാനമായൊരു മാനസികാവസ്ഥയിൽ നിന്ന് നമ്മളിപ്പോൾ എവിടെയാണ് എത്തിയിരിക്കുന്നത്? യേശുവിൻ്റെ മനോഹരമായ വചനം വിശുദ്ധനായ മത്തായി ശ്ലീഹ സുവിശേഷത്തിൻ്റെ 17-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. മനോഭാവത്തെ ഒന്ന് മാറ്റാനായിട്ട് നമുക്കും ശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ആറ്റിറ്റ്യൂഡ് ഈസ് എവരിതിങ്. ആമേൻ.